അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഇവിടെ കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ലാസ്റ്റ് ഒന്ന് കുഴക്കാം. ഇനി ഇതിനു വേണ്ടി നമുക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ടതുണ്ട്. അത് നമുക്കിങ്ങനെ മുറിച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കാം. വെന്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കിങ്ങനെ ഒഴിവാക്കാം. ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയതെടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് നൈസായി ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് അതൊന്ന് മിക്സാക്കി വെളിച്ചെണ്ണയിൽ മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്ത് അതിലേക്കിടാം. ഇത് നല്ലപോലെ ഇതിലേക്കൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ടൊന്ന് ഇളക്കാം. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇതിലേക്ക് നല്ല പിടിക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കുറച്ച് ചില്ലി പേസ്റ്റ് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഇറക്കി വെക്കാം. നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മൈദയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നമുക്കിത് പത്തിരി പോലെ ഒന്ന് പരത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പത്തിരി ഇതാ പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു കത്തി കൊണ്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് കളയാം. ഇതിൻ്റെ നടുവേ ഒന്ന് മുറിക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇതിൻ്റെ നടുവേ നീളത്തിൽ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ നമുക്ക് മസാല വെച്ച് ഓരോന്നും ഉരുട്ടിയെടുക്കാം. അതിൻ്റെ അരിക് ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്യുകയോ മടക്കിയെടുക്കുകയോ ചെയ്യാം. അടുത്തതും കൂടി നമുക്കിങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ച് ഉരുട്ടിയെടുക്കാം. നമ്മുടെ പലഹാരം ഇങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായി ഇടാം. വീട്ടിൽ ലഭ്യമായ കോഴിമുട്ടയും ഉരുളക്കിഴങ്ങും വെച്ച് നമ്മളുണ്ടാക്കിയ പലഹാരം വളരെ ഈസിയാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇതാ വെന്ത് കഴിഞ്ഞു. 2 സൈഡ് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ വാർത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലേക്കിടാം. ഒരു കട്ടൻ ചായയും കാച്ചി നമുക്കിതൊന്ന് കഴിച്ചാലോ. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.